നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ ഒരു വലിയ തോൽവി. ആ തോൽവിക്ക് പിന്നാലെ അന്തംഗമി കൃമികീടങ്ങളും അതുപോലെ ഇവരുടെ സൈബർ പോരാളികളും ചേർന്ന് ഷാഫി പറമ്പിലിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം ഇപ്പോൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രചരണം വടകരയിൽ തുടങ്ങി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് തുടങ്ങിയ ആ പ്രചരണം അന്ന് ഷാഫിയെ വർഗീയവാദിയാക്കുവാനുള്ള ശ്രമങ്ങളായിരുന്നുവെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞപ്പോൾ ഷാഫിയെ വർഗീയവാദിയാക്കിയത് കൊണ്ട് കാര്യമില്ല, അത് പ്രതിഫലനങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ അന്തംഗമി കൃമികീടങ്ങൾ KC വേണുഗോപാലിൻ്റെ ഫ്ലക്സ് വെക്കുന്നു. ചില ഭാഗങ്ങളിൽ കൃമികീടങ്ങൾ രമേശ് ചെന്നിത്തലയുടെ ഫ്ലക്സ് വെക്കുന്നു. ചിലയിടങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് വലിച്ചു കീറുന്നു. ചിലയിടങ്ങളിൽ സതീശൻ്റെ ഫ്ലക്സിൽ പോയി തുപ്പുന്നു. ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതേ കൃമികീടങ്ങൾ സോഷ്യൽ ഇടങ്ങളിൽ, സൈബർ മീഡിയകളിൽ ഒക്കെ നിരന്തരമായിട്ട് ഷാഫി പറമ്പിലിനെതിരെയുള്ള വലിയ പ്രചരണങ്ങളുമായിട്ട് ക്യാമ്പയിനുമായിട്ട് ഇറങ്ങിയിരിക്കുക. ഈ അന്തംഗമി കൃമികീടങ്ങളോട് പറയാനുള്ളത്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയാവാനല്ല, മന്ത്രിയാവാനല്ല, MLA ആവാനല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനല്ല, ഒന്നിനും നിൽക്കാതെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന പ്രധാനികളിൽ ഒരാളായിട്ട്, ക്രൗഡ് പുള്ളറായിട്ട് കേരളത്തിലെ 10-80ഓളം മണ്ഡലങ്ങളിൽ ഓടി നടന്ന് പ്രചരണം നയിച്ച് എല്ലാ സ്ഥാനാർത്ഥികളും 140 ആളുകളും തങ്ങൾക്ക് ഷാഫി വേണം, ഷാഫി ഒന്ന് എത്തണം, തങ്ങളുടെ പ്രചരണങ്ങൾക്ക് എത്തണം എന്ന് ആഗ്രഹിച്ച അതേ ഷാഫി പറമ്പിൽ ആ മനുഷ്യൻ ഊണില്ലാതെ, ഉറക്കമില്ലാതെ, ഭക്ഷണമില്ലാതെ ഒക്കെ ഓടി നടന്ന് പ്രചരണം നടത്തുകയായിരുന്നു. ഇപ്പോൾ ആ മനുഷ്യനെതിരെ ഒരു അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അജണ്ട എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള മുഖ്യമന്ത്രി ചർച്ചകളുടെ ഭാഗമായിട്ട് KC വേണുഗോപാലിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ആ മനുഷ്യനെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അയാളെ തളർത്തേണ്ടത്, അയാളെ ഉന്മൂലനം ചെയ്യേണ്ടത് ഈ പറയുന്ന അന്തംഗമി കൃമികീടങ്ങളുടെ വലിയ ഒരു ആഗ്രഹമാണ്, അവരുടെ വലിയ ഒരു സ്വപ്നമാണ്. വടകരയിൽ നിന്ന് തുടങ്ങി വടകരയിലെ പേരാമ്പ്രയിലൂടെ ഇങ്ങനെ നയിച്ചു കൊണ്ടിരുന്ന ഇതേ വർഗീയതയുടെ വിത്തുപാകി അയാളെ വർഗീയവാദിയാക്കി, അയാളെ ചാപ്പകുത്തി, അയാളെ അങ്ങ് തുരുത്താമെന്ന് കരുതിയവർ ഷാഫി പറമ്പിലിന് മുമ്പിൽ അടിയറവ് പറയുകയാണ് ഉണ്ടായിരുന്നത്. ഇതേ ആളുകൾ ആ മനുഷ്യനെ വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ആ മനുഷ്യനെ വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഇതിന് കൂട്ടായിട്ട് ചില 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 ഈ പറയുന്ന എന്താ പറയേണ്ടത്, മാധ്യമ സൈബർ കൃമികീടങ്ങൾ കൂടി അതിന് ഓശാന പാടുന്നതായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ക്യാമ്പയിനുകൾ അല്ലെങ്കിൽ സൈബർ വേട്ടകൾ അതുകൊണ്ട് ഷാഫി പറമ്പിലിനെ തളർത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിടത്ത് നിന്നാണ് ഇപ്പോൾ മറ്റൊരു രീതിയിൽ ഷാഫിക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നത്, അല്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ 2024 വടകരയിൽ എത്തിയത് മുതലാണ് ഷാഫി ഇവരുടെ കണ്ണിലെ കരടായി മാറുന്നത്. വടകരയിൽ KK ശൈലജയെ തോൽപ്പിച്ചതോടുകൂടി ആ കണ്ണിലെ കരട് വല്ലാത്തൊരു കരടായി മാറി, എടുത്തു മാറ്റാൻ കഴിയാത്ത ഒരു കരടായി മാറി. അന്ന് മുതൽ പല രീതിയിൽ കേരളത്തിൽ എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും എല്ലാത്തിനെയും ഷാഫിയിലേക്ക് എത്തിക്കാൻ വലിയ ഒരു 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 വെപ്രാളമായിരുന്നു അന്തംഗമികൾക്ക്. ഇതേ അന്തംഗമികൾ ഇന്ന് ആ ഷാഫിയെ വേട്ടയാടുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കൃത്യമായിട്ട്. കാരണം ഷാഫി ഉണ്ടാക്കിയ ഓളം, ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ഉണ്ടാക്കിയ ഒരു ഓളം എന്ന് പറയുന്നത് അത് ചില്ലറയൊന്നും ആയിരുന്നില്ല. ആ മനുഷ്യന് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ഓടിപ്പാഞ്ഞ് എത്തി സമയക്കുറവ് മൂലം, അല്ലെങ്കിൽ 140 മണ്ഡലങ്ങളിലും അയാൾ പ്രചരണത്തിനെത്തേണ്ടതായിരുന്നു. അയാൾ ഓടിപ്പാഞ്ഞെത്തി പ്രചരണങ്ങൾ നയിച്ച് ഇതൊക്കെ വലിയ സ്വാഭാവികമായിട്ടും ഇപ്പോൾ CPM എന്താക്കും, കോൺഗ്രസിൻ്റെ പ്രചരണങ്ങൾ ശ്രദ്ധിക്കും,
അവരുടെ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ ശ്രദ്ധിക്കും, അവരുടെ പ്രചരണത്തിൻ്റെ ശൈലി ശ്രദ്ധിക്കും. സ്വാഭാവികമായിട്ടും ഷാഫിയെയും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ അവർ കണ്ടത് ഷാഫി പറമ്പിലിൻ്റെ ഒരു വലിയ പ്രഭാവം ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളിൽ പ്രതിഫലിക്കുന്നതായിട്ടാണ് അവർ കണ്ടത്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഷാഫിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ അവസരം മുതലാക്കുക. ഇപ്പം നമ്മൾ കാണുന്നില്ല കേരളത്തിലെ ചില മാധ്യമങ്ങൾ എന്താണ് ഈ മുഖ്യമന്ത്രി ചർച്ചയിൽ ഉണ്ടാവുന്ന പ്രഖ്യാപനത്തിൽ ഉണ്ടാവുന്ന ഒരു കാലതാമസം, ആ കാലതാമസത്തിൽ കയറി ഗോളടിക്കാനുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ. അതുപോലെ ഒരു ഭാഗത്ത് കോൺഗ്രസിനെതിരെയാണ് പട നയിക്കുന്നതെങ്കിൽ മറുഭാഗത്ത് ഷാഫിയെ കൂടി ഈ കിട്ടിയ അവസരത്തിൽ ഷാഫിയെ കൂടി വെട്ടി വീഴ്ത്തണം എന്നുള്ള അജണ്ടയുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അല്ലേ. പ്രസ്ഥാനത്തിന് വേണ്ടിയും UDF വേണ്ടിയും കോൺഗ്രസിന് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയും ഈ UDF തിരിച്ച് അധികാരത്തിലെത്തിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത വ്യക്തിയാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് അല്ലേ. ഈ തെരഞ്ഞെടുപ്പിൽ അയാൾക്ക് വേണമെങ്കിൽ ഒരു വാശിപ്പുറത്ത് കേരളത്തിൽ എവിടെയെങ്കിലും ഒന്ന് മത്സരിക്കാമായിരുന്നു. അയാൾ മത്സരിക്കാൻ ഇറങ്ങിയില്ല എന്ന് മാത്രമല്ല, മത്സര രംഗത്ത് പ്രചരണ രംഗത്ത് ചുക്കാൻ പിടിച്ചുകൊണ്ട് അയാൾ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഷാഫിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു അജണ്ട പലരുടെയും ഇതിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അജണ്ടകളിൽ പലപ്പോഴും UDF കോൺഗ്രസിൻ്റെയും പ്രവർത്തകരൊക്കെ ഈ അജണ്ടയിൽ വീണു പോകുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെയൊരു സംഭവമുണ്ട്, അത് പറയാതെ പോകാൻ കഴിയില്ല. ഈ അന്തംകമ്മി ക്രിമികീടങ്ങൾ നടത്തുന്ന അതങ്ങനെ ഉണ്ട്. കാരണം ഇവരിൽ ചില ആളുകളുണ്ട് വലിയ പാർട്ടി പ്രവർത്തകനോ പാർട്ടി വേദികളിലോ സമ്മേളനങ്ങളിലോ പരിപാടികളിലോ ഒന്നും പങ്കെടുക്കില്ല. ഇവർ മാറി നിന്നിട്ട് ഒരു നിഷ്പക്ഷനായിട്ടാണ് ഇവരെയൊക്കെ കാണാൻ കഴിയുക. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ഒന്നാന്തര സഖാവായിരിക്കും. അപ്പം ഇവരുടെ ഇങ്ങനത്തെ അജണ്ടകൾ ഇത്തരം ആളുകളിലൂടെയാണ്, ഈ നിഷ്പക്ഷരാണെന്ന് ജനം തെറ്റിദ്ധരിക്കുന്ന ആളുകളിലൂടെയാണ് ഇത്തരം ക്യാമ്പയിനുകൾക്ക് തുടക്കം കുറിക്കുക. അവന് തുടങ്ങി വെക്കും, എന്നിട്ട് ഇവർ ഏറ്റെടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇത്തരം ക്യാമ്പയിനുകളിൽ സ്വാഭാവികമായിട്ടും UDF കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ പ്രവർത്തകർ വീണു പോകുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്. അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. കാരണം തിരിച്ചറിയാൻ കഴിയാതെ അല്ലെങ്കിൽ ഈ പടച്ചുവിടുന്ന ഹാൻഡിലുകൾ എന്താണ്, ഇവരുടെ ഉദ്ദേശം, ഇവരാരാണ് എന്നൊക്കെ ഉള്ള ഒരു പരിശോധന പോലും നടത്താതെ ഈ ക്യാമ്പയിനുകൾക്ക് ഏറ്റുപിടിക്കുകയും ഇവരുടെ ചതിയിൽ വീണുപോവുകയും ചെയ്യുന്ന ചില ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് വലിയ ദുഃഖകരമായ കാര്യമാണ്. കാരണം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി ഈ തെരഞ്ഞെടുപ്പിൽ UDF തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത ആളുകളിൽ ഒരു പ്രധാനിയാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അയാൾക്കെതിരെ അന്തംകമ്മി ക്രിമികീടങ്ങൾ നയിക്കുന്ന ക്യാമ്പയിൻ്റെ ഭാഗമാകാതിരിക്കുക എന്നുള്ളതാണ് UDF പ്രവർത്തകരുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെയും ഒക്കെ ഒരു കാര്യം എന്ന് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത്തരം സൈബർ ക്യാമ്പയിനുകളിൽ വീണു പോകരുത്. സ്വാഭാവികമായിട്ടും കാണുമ്പോൾ ചിലപ്പോൾ നമുക്കെല്ലാം പറയുന്നതിൽ എന്തോ കാര്യമുണ്ടല്ലോ എന്ന് തോന്നിപ്പോകും. അങ്ങനെയല്ല. അത് കൃത്യമായിട്ട് ഷാഫി പറമ്പിലിനെ കൂടി വെട്ടി വീഴ്ത്തുവാനുള്ള ഒരു ശ്രമമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മൾ തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ ഓരോ കാലങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും ഓരോ പ്രതിസന്ധികളിലും പാർട്ടിക്ക് കരുത്താകുന്ന പല പോരാളികളെയും പല മുന്നണി പോരാളികളെയും നമുക്ക് നഷ്ടമാകുമെന്നുള്ളതാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. കാരണം പാലക്കാട്ട് നെഞ്ചോട് ചേർത്ത് വെച്ച ഷാഫി പറമ്പിൽ, ആ പാലക്കാട്ടിൽ നിന്ന് പാലക്കാടിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായിരുന്ന ഷാഫി പറമ്പിൽ അവിടെ നിന്ന് പാർട്ടി ഒരു സുപ്രഭാതത്തിൽ ആവശ്യപ്പെടുകയാണ് വടകരയിൽ ചെന്ന് മത്സരിക്കണമെന്ന്. അവിടെ ചെന്ന് മത്സരിച്ചു എന്ന് മാത്രമല്ല, ഇവരുടെ CPM സഖാക്കളുടെ കണ്ണിലുണ്ണിയായ KK ശൈലജ എന്ന് പറയുന്ന ഒരു ഫ്രോഡിനെയാണ് വടകരയുടെ മണ്ണിൽ ഷാഫി പറമ്പിൽ അടിച്ചു മൂലക്കിരുത്തിയത്. അപ്പോൾ അത്തരം പോരാളികളെ എന്നേക്കുമായിട്ട് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നുള്ളത് CPM അജണ്ടകളാണ്. അപ്പോൾ ഇന്ന് ഷാഫിയെ വെട്ടിവീഴ്ത്താൻ നമ്മൾ അവസരം കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ അറിയാതെ ആ ചതിയിൽ വീണ് കഴിഞ്ഞാൽ, നാളെ ഷാഫിക്ക് പകരം ഉദയം കൊള്ളുന്ന മറ്റൊരാൾ അത്തരത്തിൽ വെട്ടി വീഴ്ത്തപ്പെട്ടേക്കാം. അപ്പോൾ
ജാഗ്രത കാണിക്കണം. കാരണം ഇത്തരം ക്യാമ്പയിനുകൾ ഉണ്ടാകുമ്പോൾ ഇത് എവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നു എന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധം UDFിൻ്റെ പ്രവർത്തകർക്കും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകർക്കും ഉണ്ടാകണം എന്നുള്ളതാണ്.